എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലില്ലേ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ആയിപ്പോയ ഒരു വീഡിയോ ഉണ്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാവയുടെ പേരിലച്ചണങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കായിപ്പോയി. അപ്പൊ ആ സമയത്ത് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വീഡിയോ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്നും ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാറില്ല കേട്ടോ. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാക്സിമം ഞാൻ എനിക്കിഷ്ടമുള്ളവരെയും എൻ്റെ ഫാമിലിനെയും മറ്റു ഫ്രണ്ട്സിനെയൊക്കെ ഹാപ്പി ആക്കാൻ എന്തൊക്കെ പറ്റും എന്ന് നോക്കി നടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. പക്ഷേ ഞാനപ്പോൾ ഓർത്ത് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എടുത്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്തത് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടില്ലേ സുനിച്ചേട്ടൻ്റെ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്തത്. അപ്പം അതുപോലെ ഞാൻ എൻ്റെ ഹെയർ ഒന്നും ശ്രദ്ധിക്കാതെ ഹെയറൊക്കെ ആകെ ഭയങ്കര മോശമായി പോയിട്ടുണ്ട് കേട്ടോ. ഈ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഷാമ്പു ഇടും, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. മുടിക്ക് പിന്നെ പൊഴിച്ചിലൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മുഖമൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊടിക്കൈയൊക്കെ വീട്ടിൽ ചെയ്യുന്നുള്ളതല്ലാതെ വേറൊന്നും തന്നെ ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ജോലി ചെയ്തിരുന്ന സമയത്താണെങ്കിൽ വെയിലത്തൊക്കെ ഇറങ്ങി നല്ല ടാനൊക്കെ അടിച്ചിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട്, അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണതാണ്, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണതാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് സമയമെങ്കിലും എല്ലാവരും മാറ്റി വെക്കണം. നമുക്ക് വേണ്ടിയിട്ട് ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ആരും നമ്മളോട് പറയൂല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. അപ്പം എൻ്റെ ഒരു ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം നമ്മൾ വേറൊന്നുമല്ല ചെയ്തത്, എൻ്റെ ഹെയറൊക്കെ ഭയങ്കര മോശമായപ്പോൾ നമ്മളൊരു പാർലറിൽ പോയി. സുനിച്ചേട്ടൻ്റെ വീഡിയോ കണ്ട് സുനിച്ചേട്ടൻ്റെ മേക്ക് ഓവർ കണ്ട ആ ഒരു ആകാംക്ഷയിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. പോയത് നമ്മൾ വേറെ എങ്ങുമല്ല, നമ്മുടെ പറൂര് സെൻറ്റ് ജെർമൻസ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് മാളിയേക്കൽ ജ്വല്ലറിയുടെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ ഗോൾഡൻ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞു നമ്മുടെ ഫാമിലി സലൂൺ ഓപ്പൺ ആയ വിവരം ഞാൻ ഷോർട്സിലൂടെ നിങ്ങൾക്ക് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഫാമിലി സലൂണായിട്ട് എനിക്ക് മുന്നേ ഉള്ളൊരു ബന്ധവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊരു 2 വർഷം മുമ്പ് അവരുടെ ഫാമിലി സലൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5-ൽ-1 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊന്നും ആലോചിച്ചില്ല. നേരെ വെച്ച് പോയത് നമ്മുടെ ഫാമിലി സലൂണിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ, ഹെർബൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പാർലർ കാണുമ്പോൾ നമ്മൾ പുറമേ നിന്ന്, നമ്മളിപ്പോൾ പറൂക്കാരാണെങ്കിലും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പാർലർ കാണുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ പാർലറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസയൊക്കെ ആവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എന്ത് കൂട്ടും, ഒരു റേറ്റും അവിടെ കൂടുതലില്ല കേട്ടോ. നോർമൽ നമ്മൾ ചെറിയ പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യണതാണെങ്കിലും ത്രെഡ് ചെയ്യണതാണെങ്കിലും അത്രയ്ക്ക് റേറ്റേ ഇവിടെ വരണുള്ളൂ. പാർലർ കാണുമ്പോൾ ആരും പേടിച്ചിട്ട് അവിടെ പോവാതിരിക്കരുത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ചെയ്തിട്ട് ഓക്കെ ആയിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങളെല്ലാവരും പോയി ഒന്ന് നോക്കണം കേട്ടോ. അപ്പം ഞാനവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കാര്യങ്ങളാണ് ചെയ്തേക്കണേന്ന് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ കാണിച്ചു തരാം. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ, വേഗം കണ്ടിട്ട് വാ. അപ്പം നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ കേട്ടോ. ആകെ നശിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മുടിയിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാമെന്ന് കരുതി. നിറച്ച് താരനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ എണ്ണ ഇടുമ്പോഴും താരൻ നമ്മൾ തന്നെ ഇങ്ങനെ പോന്തി കളയുമ്പോഴും ഒത്തിരി താരനൊന്നും പോവാത്തത് കൊണ്ട് തന്നെ ഇവരെനിക്ക് താരൻ ഇങ്ങനെ പോന്തി കളഞ്ഞപ്പോൾ തന്നെ തലയ്ക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ തോന്നിയിട്ടാ. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ വകച്ച് ഇങ്ങനെ താരൻ എടുത്ത് കളഞ്ഞ് അതിലേക്ക് എണ്ണ കാര്യങ്ങളൊക്കെ തേക്കാനാണ് പോണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ മസാജ് കാര്യങ്ങൾ ഒക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ വകച്ചില്ല. ആദ്യം തന്നെ താരനെല്ലാം അങ്ങോട്ട് പോന്തി കളഞ്ഞിട്ടാ. അതിന് ശേഷം എണ്ണ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന എണ്ണ കേട്ടോ, അവരുടെ തന്നെ എണ്ണയാണ്. പിന്നെ അവിടുത്തെ ഫേസ് പാക്കുകളും കാര്യങ്ങളും എല്ലാം അവർ തന്നെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഫേസ് പാക്കുകളും കാര്യങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു കാര്യവും കൂടിയാണ്. പിന്നെ എൻ്റെ തലയിലേക്കാണെങ്കിൽ എണ്ണയൊക്കെ ഇങ്ങനെ ഇട്ട് എണ്ണ
എണ്ണ വീഴുമ്പോൾ തന്നെ ഒരു സുഖമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എണ്ണ ഇടുന്ന ആളാണ് കേട്ടോ. ബാക്കി ദിവസങ്ങളിലൊക്കെ വെറുതെ നമ്മൾ സോപ്പോ ഷാമ്പോ ഒക്കെ ഇട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയാറാണ് പതിവ്. അങ്ങനെ ദേ എന്നെ ഇരുത്തിയിട്ട് മസാജ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പറായിരുന്നു കേട്ടോ ഈ ചേച്ചീൻ്റെ മസാജ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. തലയിൽ ഇങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടുമെന്ന്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് പിന്നെ വീഡിയോ ഒക്കെ ഞാനും അവിടുത്തെ നമ്മുടെ പിള്ളേരൊക്കെ കൂടിയാണ് എനിക്ക് എടുത്തു തന്നത്. പിന്നെ എനിക്ക് അവിടുത്തെ തന്നെ ഹെർബലായിട്ടുള്ളൊരു പൊടി കാര്യങ്ങളൊക്കെ അവരിങ്ങനെ തലയിൽ തേച്ച് തന്നു കേട്ടോ. അതൊക്കെ തേച്ച് തരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താരനും മുടി വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മുടിയൊക്കെ നന്നായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മുടി വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാനിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയതായിട്ടൊരു ഫേഷ്യലിൻ്റെ മസാജ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയണം. മസാജൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യണത് കൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും വാചാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. നല്ല അടിപൊളിയായിരുന്നു മസാജ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. സ്കിന്നിലും പിന്നെ ത്രെഡിങ്ങും കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ത്രെഡിങ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ടാൻ റിമൂവലിൻ്റെ ഈ ക്രീം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തന്നെ അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഉറങ്ങിപ്പോണ ഒരു ഇതിലേക്കായിരുന്നു സംഭവമൊക്കെ. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യണതിനോടൊപ്പം തന്നെ നമ്മുടെ അമ്മയും ശ്രുതിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അമ്മയും ശ്രുതിയും വന്നിട്ട് ശ്രുതി ചെയ്യണമായിരുന്നു കേട്ടോ. അത് കൊണ്ടാട്ട ഫാമിലിയിൽ നമുക്ക് കാണാം. പിന്നെ നമുക്കിവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി സലൂൺ ആയതുകൊണ്ട് തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെ വരെയും ചെയ്യാം, കുട്ടികളെയും കൊണ്ട് വരാം. അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കട്ട് കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഹെയർ കളറും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ഹെയർ കളർ ചെയ്തില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് ചെയ്തത്. നമുക്ക് ശ്രുതിക്കും കൂടി ചെയ്തിട്ട് ശ്രുതിക്ക് വേഗം തന്നെ ചെയ്തിട്ട് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ കളർ പിറ്റേ ദിവസം വന്നിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ചെറിയ രീതിയിലാണ് ഞാൻ ഹെയർ കളർ ചെയ്തത്. കാരണം എൻ്റെ ഹെയറിൽ നേരത്തെ കളർ ചെയ്തിട്ട് ആകെ ഡാമേജ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ആ ഒരു ഡാമേജ് മാറ്റിയിട്ട് വേണം എനിക്കിനി ഇവരുടെ വേറൊരു ഹെർബൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അതേ എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെനിക്ക് ഒത്തിരി ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുന്ന കാലിലും കയ്യിലൊക്കെ ചെയ്യുന്ന മുഴുവനും കാര്യങ്ങളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്, സൂപ്പറായിരുന്നു ഹെയർ കട്ട് കാര്യങ്ങൾ. ഞാൻ ഹെയർ കുറച്ചധികം ഒട്ടും വളർത്താത്ത ഒരാളാണ്. എനിക്ക് ഷോൾഡർ വരെയാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഹെയർ ഇപ്രാവശ്യം കുറച്ചേ വെട്ടിയുള്ളൂ. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. അപ്പോൾ അതേ ചെറിയ രീതിയിൽ കളറിങ് ഒക്കെ ചെയ്ത് എനിക്ക് ചരിച്ച് പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു റീലിന് എടുത്ത വീഡിയോ ഉണ്ട് കാണിച്ചു തന്നത്. അപ്പം ഞാൻ ഓക്കെയാണ്. നിങ്ങളും എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, നമ്മുടെ കൊച്ചു ജീവിതമല്ലേ, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ട് പോയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, കാരണം കുറേ ഭാഗങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എടുത്ത് കാണിച്ചു തന്നത്. പിന്നെ അതിൻ്റെ വ്യത്യാസമാണെങ്കിലും നമ്മളുടെ വാവയുടെ പേരിടൽ ചടങ്ങിൻ്റെ ആ സമയത്ത് എൻ്റെ ഫേസിലൊക്കെ കണ്ടിരുന്നല്ലോ ആ വ്യത്യാസം. ഇപ്പോഴും എൻ്റെ ഫേസൊക്കെ നല്ലതായിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെയായി. എന്നാൽ പോലും എൻ്റെ ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഹെർബൽ ട്രീറ്റ്മെൻറ്റുകളാണ് അവിടെ ഉള്ളത്. അപ്പം ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അടിപൊളി സൂപ്പറാണ്. അപ്പം എല്ലാവരും അവിടെ പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടും ഒരു ദിവസം നമ്മളുടെ ഒരു ഡേ ആയിട്ട്. ഞാൻ എപ്പോഴും പുറത്തുള്ളവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവരങ്ങനെ പറയണേക്കുമ്പോൾ ഞാൻ ഓർക്കൂട്ടെ, ഇതെന്താണ് നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാതെ പിന്നെ ആരാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.